രാജ്യം തലകുണിക്കേണ്ടി വരുന്ന വാർത്തകൾ. ഈ വാർത്തകൾ പുകച്ചുരുളുകൾ പോലെ മണിപ്പൂരിൽ നിന്ന് ഉയരുകയാണ്. നിശബ്ദരാക്കപ്പെട്ടവർ, പൊതുനിരത്തിൽ നഗ്നരാക്കപ്പെട്ട് ആത്മാഭിമാനം നഷ്ടപ്പെട്ട് ആക്രമികളുടെ കമവറിക്ക് മുന്നിൽ എല്ലാം നഷ്ടപ്പെട്ട സ്ത്രീകളുടെ വിലാപങ്ങൾ എല്ലാം മണിപ്പൂരിൽ കാട്ടുതീ പോലെ പടർന്നു പിടിക്കുകയാണ്. രാജ്യത്തിന്റെ മാനം കാക്കുവാനായി രാപ്പകൽ ഉറക്കമിളച്ചിരുന്ന് ഒടുവിൽ കാർഗിൽ യുദ്ധത്തിൽ ശത്രുക്കൾക്കെതിരെ ആയുധമെടുത്തുകൊണ്ട് വിജയിച്ചു വന്ന സൈനികന്റെ ഭാര്യയുടെ മാനം പോലും തെരുവിൽ ആയുധമേന്തി അലയുന്നവർ പിച്ചി ചീന്തിയതിന്റെ മനം മടുപ്പിക്കുന്ന കഥകൾ പുറത്തു വരുമ്പോഴും നിശബ്ദമായിരിക്കുകയാണ് എൻ ബീരേന്ദ്രൻ സിംഗ് നയിക്കുന്ന സർക്കാർ. മെയ്തിയും കുക്കിയും സമുദായങ്ങൾ പരസ്പരം ആയുധമേന്തി തെരുവിൽ പോരടിക്കുമ്പോഴും 18 തികയാത്ത പെൺകുട്ടികൾ പോലും നരാധമന്മാരാൽ ഇല്ലായ്മ ചെയ്യപ്പെട്ടിട്ടും നടപടിയുണ്ടാകുമെന്ന് മാത്രമാണ് മുഖ്യമന്ത്രി പദം അലങ്കാരത്തിന് മാത്രമായി കൊണ്ടു നടക്കുന്ന ബീരേൻ സിംഗ് പറയുന്നത്. കേന്ദ്ര മന്ത്രിമാരടക്കം വന്നിട്ടും ഒടുങ്ങാത്ത ഈ കലാപത്തിന് ശേഷം സമീപ ദിവസങ്ങളിൽ മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുമായി ബന്ധപ്പെട്ട് വായ തുറന്നത്. അതേസമയം ഇതിനെതിരായി കലാപം ദിവസങ്ങളിൽ നിന്ന് മാസങ്ങളിലേക്ക് വഴിമാറിയിട്ടും ഒരക്ഷരം പോലും ഉരിയാടാൻ പ്രധാനമന്ത്രി തയ്യാറായില്ല എന്ന വിമർശനം പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്നു. പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ മാസങ്ങളിൽ സ്ത്രീകൾക്കെതിരായിട്ടാണ് കൂടുതൽ അക്രമങ്ങൾ സംസ്ഥാനത്ത് നടന്നിട്ടുള്ളത്. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ആദരിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ചുരാജ് ചന്ദ് സിംഗിന്റെ ഭാര്യ ഇബിത്തോബിയെ ചുട്ടുകരിക്കുകയായിരുന്നു കലാപകാരികൾ ചെയ്തത്. 80 വയസ്സായിരുന്നു ഇബിത്തോബിയുടെ പ്രായം. വീടിനുള്ളിൽ കഴിഞ്ഞ ഇബിത്തോബിയെ വീടിനുള്ളിൽ പൂട്ടിയിട്ടതിനു ശേഷം പെട്രോൾ ഒഴിച്ച് വീടിന് തീയിടുകയായിരുന്നു. ഇത്രയും ക്രൂരമായ അക്രമം നടത്തിയതിനെ തടയാൻ ശ്രമിച്ച യുവാവിന് നേരെ കലാപകാരികൾ വെടിയുതിർക്കുകയും ചെയ്തു. ഇംഫാലിൽ ഒരു കാർവാഷ് സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന 2 സ്ത്രീകളെ നഗ്നരാക്കി തെരുവിലൂടെ നടത്തിയതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നതിന് പിന്നാലെയാണ് മണിപ്പൂരിൽ നടന്ന ഞെട്ടിപ്പിക്കുന്ന പല സംഭവങ്ങളും പുറം ലോകം അറിഞ്ഞു തുടങ്ങുന്നത്. ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഈ ദൃശ്യങ്ങൾ പുറം ലോകത്ത് എത്തിയതിനു ശേഷം ഇത് വീണ്ടും പ്രചരിക്കുന്നതിനെ ചെറുക്കുക മാത്രമാണ് ചെയ്തത്. അല്ലാതെ കുറ്റക്കാരായവർക്കെതിരെ എത്രയും വേഗം നടപടി എടുക്കുകയായിരുന്നില്ല. ഇതിനിടയിൽ തോബാലിൽ നിന്ന് കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു 45-കാരിയുടെ മൃതദേഹവും കണ്ടെത്തി. അതും നഗ്നമായിരുന്നു. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി നിരവധി പദ്ധതികൾ നടപ്പിലാക്കി എന്ന് വമ്പ് പറയുന്ന കേന്ദ്രത്തിന് നടപടി എന്ന് പറയുകയല്ലാതെ കാര്യമായി കലാപകാരികൾക്കെതിരായി ഒരു ചെറുവിരൽ അനക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം BJPക്കെതിരായി ശക്തമായ പ്രതിഷേധവും വിമർശനവുമാണ് ഉയരുന്നത്. അതേസമയം ഈ വീഡിയോ പ്രചരിച്ചത് ഗൂഢാലോചനയുടെ ഭാഗമെന്നാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ കണ്ടെത്തൽ. എന്തായിരുന്നാലും മണിപ്പൂരിൽ സർക്കാരിനെതിരായ ശക്തമായ പ്രതിഷേധം ഉയരുമ്പോഴും രാജിവെക്കില്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗ് ഉയർത്തുന്നത്. ഇത് BJP ഉയർത്തുന്ന രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇതിനിടെ 6000-ലധികം കേസുകളാണ് മണിപ്പൂരിൽ നിന്ന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുകൂടി കേൾക്കുമ്പോൾ എത്രത്തോളം ഭീതിജനകമാണ് അവിടുത്തെ അവസ്ഥ എന്നുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഇതിനിടയിൽ സംഭവത്തിൽ സുപ്രീം കോടതിയും രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഇനിയും കാര്യക്ഷമമായ ഒരു നീക്കം ഉണ്ടാകാതിരുന്നാൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അത് കനത്ത തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്.